അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസത്തിന്റെ ശ്രേഷ്ഠതകളെക്കുറിച്ച് എന്തുകൊണ്ട് മനുഷ്യർ മനസ്സിലാക്കുവാൻ തയ്യാറാകുന്നില്ല? എന്റെ ഈ വാക്കുകൾ കേട്ട് ചിലരുടെയെങ്കിലും ജീവിതത്തിൽ മാറ്റമുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വെള്ളിയാഴ്ച ദിവസത്തിന്റെ കുറച്ച് മഹത്വങ്ങളെക്കുറിച്ച് നിങ്ങളുമായി പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യരുടെ ജീവിതത്തിൽ ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാകുവാനും ഭൂരിഭാഗം പ്രശ്നങ്ങളുടെയും കാരണം എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അത് മനുഷ്യരുടെ അറിവില്ലായ്മയും ശ്രദ്ധക്കുറവും തന്നെയാണ്. മനുഷ്യർ പുതിയ കാര്യങ്ങൾ പഠിക്കുവാനും അറിയുവാനും അവരുടെ തെറ്റുകൾ തിരുത്തി ആ തെറ്റുകളെ മനസ്സിലാക്കി അതിനെ തിരുത്തി അവരുടെ ജീവിതത്തിൽ മുന്നേറുവാനും അവർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. മാസങ്ങളുടെ രാജാവായ പരിശുദ്ധമായ റമദാൻ മാസത്തിനെയും ഇബാദത്തിന്റെ കേന്ദ്രമായി നോമ്പിനെയും ദിവസങ്ങളുടെ രാജാവായി പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസത്തെയും ദീനുൽ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് എന്തിനാണെന്ന് നിങ്ങൾക്കറിയുമോ? അത് ആ സമയമെല്ലാം നാം ഉപയോഗപ്രദമാക്കുവാൻ വേണ്ടിയാണ്. ഇബാദത്തുകളിലും സൽക്കർമ്മങ്ങളിലും ദാനധർമ്മങ്ങളിലും നിസ്കാരത്തിലും ഖുർആൻ പാരായണത്തിലും ദിക്റുകളിലുമെല്ലാം ആ സമയത്തെ ഉപയോഗപ്രദമാക്കി നമ്മുടെ ആഖിറത്തെ നന്നാക്കുവാൻ വേണ്ടിയാണ്. പക്ഷേ മനുഷ്യരാകട്ടെ ഈ സമയം അനാവശ്യമായി പാഴാക്കി കളയുന്നു. നിങ്ങൾ ഒരു കാര്യം ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? വെള്ളിയാഴ്ച ദിവസം എത്ര പേർ പള്ളിയിൽ നേരത്തെ വരുന്നു? എത്ര പേർ ബാങ്ക് കൊടുത്തതിന് ശേഷം വരുന്നു? എത്ര പേർ ഖുതുബ തുടങ്ങിയതിന് ശേഷം വരുന്നു? എത്ര പേർ നിസ്കാരം തുടങ്ങിയതിന് ശേഷം വരുന്നു? ചിലർ വെള്ളിയാഴ്ച ദിവസത്തെ ജുമുഅ നിസ്കാരത്തെ വെറും ഒരു ചടങ്ങു മാത്രമായി കണ്ട് വരുന്നു, നിസ്കരിക്കുന്നു, പോകുന്നു എന്നുള്ളതാണ് വാസ്തവം. അവർ അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നില്ല. ഇമാം ഖുതുബ പറയുന്നതിനായി മിമ്പറിൽ കയറിയിരുന്നാൽ ഖുതുബ പറയുവാൻ തുടങ്ങിയാൽ നാം പള്ളിയിൽ വരുന്നതും പോകുന്നതും രേഖപ്പെടുത്തി വെക്കുന്ന മലക്കുകൾ പോലും അവരുടെ കിതാബുകൾ അടച്ച് ഇമാമിന്റെ പ്രസംഗം ഖുതുബ ശ്രദ്ധിച്ച് കേൾക്കുന്നുവെങ്കിൽ ചിലർ എന്തുകൊണ്ട് ഒരു കാരണവുമില്ലാതെ അനാവശ്യമായി പള്ളിയിൽ പോകുവാൻ വൈകിപ്പിക്കുന്നു? എന്തുകൊണ്ട് ഖുതുബ തുടങ്ങുവാനും നിസ്കാരം തുടങ്ങുവാനും കാത്തു നിൽക്കുന്നു എന്ന് നാം ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തു ജുമുഅയിൽ 9-ാമത്തെ ആയത്തിൽ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്അഉ ഇലാ ദിക്രില്ലാഹി വദറുൽ ബൈഅ ദാലികും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ. സത്യവിശ്വാസികളെ, വെള്ളിയാഴ്ച നമസ്കാരത്തിന് വേണ്ടി വിളിക്കപ്പെട്ടാൽ അള്ളാഹുവെ പറ്റിയുള്ള സ്മരണയിലേക്ക് നിങ്ങൾ വേഗത്തിൽ വരികയും വ്യാപാരം ഒഴിവാക്കുകയും ചെയ്യുക. അതാണ് നിങ്ങൾക്ക് ഉത്തമം, നിങ്ങൾ കാര്യം മനസ്സിലാക്കുന്നവരാണെങ്കിൽ. അതായത് വെള്ളിയാഴ്ച ദിവസത്തേക്ക് ജുമുഅ നിസ്കാരം തുടങ്ങുന്നതിനായി ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ നാം ഓരോരുത്തരും ഒരു നിമിഷം പോലും പാഴാക്കി കളയാതെ പള്ളിയിൽ പോയി നമ്മുടെ സമയം ഇബാദത്തിൽ മുഴുകി, ഖുർആൻ പാരായണത്തിൽ മുഴുകി, നിസ്കാരത്തിൽ മുഴുകി ഉപയോഗപ്രദമാക്കണം എന്നുള്ളതാണ് വാസ്തവം. മഹാനായ ഇബ്നു ഖയ്യിമുൽ ജാസി റളിയല്ലാഹു അൻഹു പറയുന്നു, ഹജ്ജിന്റെ വേളയിൽ അറഫയിൽ മുസ്ലിമുകൾ ഒരുമിച്ച് കൂടുന്നത് കഴിഞ്ഞാൽ മുസ്ലിമുകളിൽ ഏറ്റവും ശ്രേഷ്ഠവും പുണ്യവുമായ ഒരുമിച്ച് കൂടൽ അത് വെള്ളിയാഴ്ച ദിവസത്തിലെ ഒരുമിച്ച് കൂടലാണ്. അതായത് ജുമാ നമസ്കാരത്തിന് വേണ്ടി ഒരുമിച്ച് കൂടൽ. ഈ സമയമാണ് നാം അനാവശ്യമായി പാഴാക്കി കളയുന്നത്, സുന്നത്തുകൾ ചെയ്യാതെ നാം പാഴാക്കി കളയുന്നത്. എനിക്കെന്റെ പ്രിയ സുഹൃത്തുക്കളോട് ഒരു കാര്യം മാത്രമേ പറയുവാനുള്ളൂ. നാം ഓരോരുത്തരും വെള്ളിയാഴ്ച ദിവസം പള്ളിയിൽ നേരത്തെ പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്ന സുന്നത്തുകൾ ചെയ്ത് സുന്നത്ത് നിസ്കാരം നിർവഹിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളിയാഴ്ച പ്രത്യേകം ഓതൽ സുന്നത്താണ് എന്ന് പറഞ്ഞ പരിശുദ്ധമായ അൽ കഹഫ് സൂറത്ത് പാരായണം ചെയ്യുകയും ചെയ്ത് ഇബാദത്തുകൾ ചെയ്തും ദിക്റുകൾ ചൊല്ലിയും സ്വലാത്ത് ചൊല്ലിയും നാം നമ്മുടെ സമയം ഉപയോഗപ്രദമാക്കണം. വെള്ളിയാഴ്ച ദിവസത്തെ നാം ഓരോരുത്തരും ഉപയോഗപ്രദമുള്ളതാക്കി മാറ്റണം. നമ്മുടെ ആഖിറത്തിനെ നാം ഓരോരുത്തരും നല്ലതാക്കി തീർക്കണം. അതാ